സനാതനം ധർമ്മപാഠശാല മലപ്പുറം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ സംഗമവും പ്രൗഢസംഗമവും നടന്നു. മലപ്പുറം കൊണ്ടോട്ടി പേങ്ങാട് അരുളിപ്പുറം മഹാവിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് 3 മണിക്കൂർ നീണ്ടുനിന്ന സംഗമം സംഘടിപ്പിച്ചത്. പ്രൗഢസംഗമം പാഠശാലയുടെ അധ്യാപകനും സംയോജകനുമായ ശ്രീ രാജേഷ് നാദാപുരം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പാഠശാല മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അരുളിപ്പുറം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സുകുമാരൻ ജി, പാഠശാലയുടെ വള്ളുവനാട് മേഖലാ കൺവീനർ ശ്രീ ഗിരീഷ് മൊറയൂർ, മലബാർ മേഖലാ കൺവീനർ ശ്രീ പ്രസന്നൻ പ്രണവം എന്നിവർ ആശംസ അറിയിച്ചു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച നിരവധി ആളുകൾ പ്രൗഢസംഗമത്തിന് മാറ്റുകൂട്ടി. പ്രൗഢസംഗമത്തിലും തുടർന്നു നടന്ന രാമായണ സംഗമത്തിലും പാഠശാലയുടെ അധ്യാപകനും സംയോജകനുമായ ശ്രീ രാജേഷ് നാദാപുരം സദസ്സിനെ അഭിസംബോധന ചെയ്തു. വാൽമീകി രാമായണം മനുഷ്യനായ രാമനെ കുറിച്ച് പറഞ്ഞപ്പോൾ അധ്യാത്മ രാമായണം ദേവനായ രാമനെ കുറിച്ച് പറഞ്ഞ് ഭക്തിയുടെ അന്തരീക്ഷത്തിലേക്ക് മനസ്സുകളെ ഉയർത്തിവിട്ട ആധ്യാത്മിക തലത്തിന്റെ പരമോടിയിലേക്ക് ഹിന്ദു മനസ്സിനെ ഉണർത്തിവിട്ട ആ രാമായണത്തിന്റെ പേരാണ് അധ്യാത്മ രാമായണം. കിളിപ്പാട്ട് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ രാമായണ പാരായണം കർക്കിടകത്തിൽ 32 ദിവസം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ പലരും അർത്ഥമറിയാതെ വായിക്കുന്നു. അർത്ഥമറിയാതെ വായിച്ചാലും ഗുണം കിട്ടും, അർത്ഥമറിഞ്ഞു വായിച്ചാൽ ഗുണം ഇരട്ടിയായി ലഭിക്കുമെങ്കിൽ രാമൻ രമിപ്പിക്കുന്നവൻ, സന്തോഷിപ്പിക്കുന്നവൻ. രാമന്റെ അയനം രാമായണം, അയനം യാത്ര. രാമൻ എന്ന് പറയുന്ന എന്നും പേര് കേട്ടാൽ ആരൊക്കെ സന്തോഷിക്കുന്നുവോ അതാണ് രാമൻ. 1919 കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്ന മഹാത്മാഗാന്ധി ഒരു കയ്യിൽ ഭഗവത്ഗീതയും മറുകയിൽ തുളസിമാലയുമായിട്ട് ഭാരതം മുഴുവൻ സഞ്ചരിച്ചപ്പോൾ ഭാരതത്തിലെ ജനങ്ങൾ ചോദിച്ചു, ഗാന്ധിജി സാഹിബിനെ ഓടിച്ചിട്ട് ഇപ്പൊ ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോ ഗാന്ധിജി പറഞ്ഞു, രാമരാജ്യം. ഒരു സംശയമില്ല ആർക്കും, രാമന്റെ രാജ്യമാണ് ഞാൻ ഉണ്ടാക്കിത്തരാൻ പോകുന്നത് എന്ന് മഹാത്മജി പറഞ്ഞപ്പോൾ ആർക്കും സംശയമില്ലാത്തത് രാമൻ എന്താണെന്നും രാമന്റെ രാജ്യം എന്താണെന്നും ഈ നാട്ടിലെ ഓരോ കുട്ടിക്ക് പോലും അറിയാം. സ്കൂളിന്റെ പടി കാണാത്തവരും അറിയാം. അവന്റെ എല്ലാം ഉള്ളിൽ ഒരൊറ്റ വാക്കുണ്ട്, ജയ് ശ്രീറാം. കന്യാകുമാരിയിൽ ജീവിക്കുന്നവൻ കാശ്മീരിൽ ചെന്നിട്ട് സുഖമാണോ നിനക്ക് എന്ന് മലയാളത്തിൽ ചോദിച്ചാൽ അവരൊന്നും മനസ്സിലാവില്ല. അവരോട് പറയണം ജയ് റാം, അവൻ പറയും സീതാറാം. ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെ 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടന്ന അഖണ്ഡ ഭാരതത്തിൽ എവിടെ ചെന്ന് പറഞ്ഞാലും മനസ്സിലാകുന്ന ഒരൊറ്റ ഭാഷയാണ് ജയ് റാം, സീതാറാം. പാഠശാല കുടുംബാംഗങ്ങൾ നടത്തിയ കലാപരിപാടികൾക്ക് ശേഷം ജില്ലാ സെക്രട്ടറി ശ്രീ വിനോദ് കുമാർ സ്വാഗതവും കൊണ്ടോട്ടി താലൂക്ക് സെക്രട്ടറി ശ്രീ ശിവദാസൻ ജി നന്ദിയും പറഞ്ഞു.